മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് അപകടം. ബസ് ഡിവൈഡറിലിടിച്ച തല കീഴായി മറിഞ്ഞു. ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി സ്വാലിഹ് കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ്, വലിയൊരു അപകടമായിരുന്നു നടന്നത്. ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ ഒരു നടുക്കമുണ്ടാക്കുന്നതാണ് ദൃശ്യങ്ങളിലൂടെ അടക്കം പുറത്തു വരുന്നത്. എന്തായാലും ആ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിച്ചിരിക്കുകയാണ്. നാട്ടുകാരുടെ അടക്കം സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം അടക്കം വേഗത്തിലാക്കിയത്. ഗതാഗതവും പുനഃസ്ഥാപിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? വിവരങ്ങൾ. 26 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഇവരെല്ലാം തന്നെ കോട്ടക്കൽ, അതുപോലെ തന്നെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രി, താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഉള്ളത്. 3 പേരുടെ നിലയാണ് ഗുരുതരം. മറ്റുള്ളവർക്കൊന്നും കാര്യമായ പരിക്കുകളില്ല. നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. ഈ വാഹനം അമിത വേഗത്തിൽ വന്ന് ഈ ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ തട്ടിയതിനു ശേഷം നിയന്ത്രണം വിടുകയും അതിനുശേഷം ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി തല കീഴായി മറിഞ്ഞ് വീഴുകയുമായിരുന്നു. പലരും ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചിട്ടുണ്ട്. പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് നാട്ടുകാരും എല്ലാം ചേർന്നാണ് ആളുകളെ പുറത്തെത്തിച്ചതും ആശുപത്രികളിലേക്ക് കൊണ്ടുപോയതും. വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയിരുന്നു. കോഴിക്കോട് പെരുവയം സ്വദേശിയായ വൈഷ്ണവാണ് ഈ അപകടത്തിൽ മരിച്ചത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഉമ. ശരി സ്വാലിഹ്, എന്തായാലും വലിയൊരു അപകടമാണ്. അതിൽ ഇപ്പോൾ ഒരു മരണവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. എന്തായാലും സ്വാലിഹാണ് വിവരങ്ങളായി ചേർന്നത്.